ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃപ വെട്ടി തുറന്ന് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം കൃഷി കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ എല്ലാവരും അറിയുമ്പോൾ ഞെട്ടുന്നുണ്ട്. പക്ഷേ ആൻറ്റിയമ്മയ്ക്കും അതുപോലെ തന്നെ മാനസിക്കും കാര്യങ്ങൾ അറിയാം. പക്ഷേ സാഗറിനും സുജുവിനും അതറിയില്ല. അപ്പോഴത്തേനും കൃപ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം, വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റില്ല കേട്ടോ എന്ന് സാഗർ പറയുന്നുണ്ട് കേട്ടോ കൃപയോട്. അല്ല അച്ഛ, സത്യമായിട്ടുള്ള കാര്യമാണ് ഇത്. കാര്യം മാനസയ്ക്കും അറിയുന്നതാണ്. മാനസ ഇതുവരെ മിണ്ടാതെ നിൽക്കുവാണ്. എല്ലാം എല്ലാം ഒരു ബോംബ് എന്ന രീതിയിൽ തകർക്കാനായിട്ട്. അപ്പോഴത്തേനും ആൻറ്റിയമ്മ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിനയിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയില്ല, എല്ലാ സത്യാവസ്ഥയും ഇതെന്തൊക്കെയാണ് നടക്കുന്ന സാഗർ എന്ന് സുജു ചോദിക്കുമ്പോഴത്തേനും, എന്തായാലും കൃഷും കൺമണി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും വായ തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ കാത്തു നിൽക്കാട്ടോ നമ്മുടെ കൺമണിയെയും കൃഷ്ണയെയും. അപ്പോൾ എല്ലാവരും കൂടിയും ചേർന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് സാഗർ ചോദിക്കുന്നുണ്ട്, എന്താ നീയും ഇവളും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞോ? കൃഷിയും ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്നാണിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഞങ്ങളുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ വെച്ച് അപ്രതീക്ഷിതമായെങ്കിലും കൺമണിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി, ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. കണ്ടോ അനിയൻകൂട്ട, ഇവൾ പെരും കള്ളിൽ നിന്ന് ഈ സാഗർ കുടുംബത്തിൽ കയറി പറ്റാനായിട്ട് ഒരു അടവ് പ്രയോഗിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആ കഴുത്തിൽ ആ താലി കെട്ടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പെരും കള്ളിയെ ചവിട്ടി പുറത്താക്കടാ എന്ന് പറയുമ്പോഴത്തേനും കൃഷ്ണൻ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യം പറയുന്നുണ്ട്, ഇനി മേലാൻ എൻ്റെ കൺമണി ഒരു വാക്കുകൊണ്ടോ ഒന്നുകൊണ്ടോ നിങ്ങൾ വേദനിപ്പിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾക്കറിയില്ല അവൾ കൺമണി മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഇവളെല്ലാവരും അറിയൊക്കെ എൻ്റെ ഭാര്യയാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയെ തൊട്ടാൽ നിങ്ങളുടെ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണൻ നീ മര്യാദയ്ക്ക് നിന്നതെന്ന് സാഗർ പറയുന്നുണ്ട്. അച്ഛനൊന്നും പറയണ്ട, അച്ഛനും പ്രണയിച്ച് തന്നെ വിവാഹം കഴിച്ചത്. പ്രണയിക്കുന്നവരെ വേദന അച്ഛന് നല്ലപോലെ അറിയാം. ഇതിന് മുന്നും ഞാൻ ഒരുപാട് സൂചനകൾ തന്നു. എന്നിട്ടും എല്ലാവരും ഒരു കാര്യങ്ങളും ഒന്നിനും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. എൻ്റെ കൺമണിയെ ഞാൻ ഭാര്യയാക്കി. ഈ സമയത്ത് തന്നെ അവിടെ ഒരു സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട്. സീമന്തരേഖയിൽ ഒരു സിന്ദൂരം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് മുതൽ എനിക്ക് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയാണത്. എൻ്റെ ഭാര്യയ്ക്ക് ഈ കുടുംബത്തിൽ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കില്ലെങ്കിൽ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. സുജ ആകെ അമ്പരന്ന് നിൽക്കുക കേട്ടോ. ഇനി എനിക്കൊന്നും അറിയേണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും സുജും സാഗറും കൺമണിയെ ആ വീട്ടിലകത്ത് കയറ്റുന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാനസ പറയാൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പതിയെ എന്തായാലും പറയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു ബോംബ് തന്നെയാണ് അവിടെ പൊട്ടിച്ചത്. എല്ലാവരും ആ ഒരു സങ്കടത്തിലാണ്. മാനസ പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമതയൊന്നും ഇപ്പോൾ അവർക്കില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് എപ്പിസോഡ് വിശേഷമായിട്ട് നാളെ കാണാം കേട്ടോ.